ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനംബാം. ഇന്ത്യക്കെതിരായ 3ാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136ാം പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ്ണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ MyGovയിൽ പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PV സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് T. പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കൗതുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है. इसमें संस्कृत के अक्षरों को फुटबॉल में इस्तेमाल होने वाले शब्दों से जोड़कर आसान तरीके से समझाया जाता है. ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1ന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത മാസം 7-ന് രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു, ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിതുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ക് ബൊറോക്ക്, നാടൻ പാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയ് ദിനത്തിന്റെ 27ാം വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീര സൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി. ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്ക് ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡീസ് കൊതുകുകളുടെ വളർച്ചയ്ക്ക് വളരെയധികം കൂടുതലാണ്. ജനുവരി തൊട്ട് അറൌണ്ട് 250ഓളം ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2ാം മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അനീഖ് ഖസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3ാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യക്കെതിരായ 3ാം T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.